ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ നൽകാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ നൽകാൻ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ നൽകാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പായി, അഗ്നിനാവുകളെന്മേൽ പായിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താം. ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താൻ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീയിൽ ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ, അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. മലകൾ തിരുമുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കീറിയന്മേൽ ഇറങ്ങണമേ. മലകൾ തിരുമുൻപിൽ ഉരുകും വണ്ണം നീ ആകാശം കീറിയന്മേൽ ഇറങ്ങണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലെന്റെ ഉള്ളം നീ നിറയ്ക്കണമേ. ആലയം പുക കൊണ്ടു നിറഞ്ഞ പോലെ അഗ്നിയാലെന്റെ ഉള്ളം നീ നിറയ്ക്കണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ, അഗ്നിനാവുകളെന്മേൽ പതിയണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവെ കനിയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിനായി പണ്ടു
മോശമേല തീ പകർന്നു കൊടുത്തവനെ ഇസ്രായേലിൻ ജനത്തിന്റെ വിടുതലിന പണ്ടു മോശമേല തീ പകർന്നു കൊടുത്തവനെ തീയിൽ മുൾപ്പടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ ആ തീയിൽ നിന്നും എന്നെ നീ വിളിക്കണമേ തീയിൽ മുൾപ്പടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ ആ തീയിൽ നിന്നും എന്നെ നീ വിളിക്കണമേ ആത്മാവെ കനിയണമേ അഭിഷേകം ആത്മാവെ കനിയണമേ അഭിഷേകം പകരണമേ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ അഗ്നിനാവുകളെന്മേൽ ആത്മാവൻ ശൈലബലാത ശുരബല രഗനഗരഗന വൈഡവരാതഗരാതഗല ശംദാര ശൂടാലാത ലീബാലാതാര ശൂടാലാചാരി മാനാചാരി കാലാചാരി അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ അഗ്നിനാവുകളെന്മേൽ പതിയണമേ ആത്മാവൻ രഗദാരി മനാ ശാടാല ജുഡമന രഗനഗരഗന വൈഡവരാതഗരാതഗരാതഗല ശാടാല റീബാലാത ചൂടാലാത രഗദാരി മനാ രഗദാരി മനാ ശൈഡബലാത ജുഡമന രഗനഗരഗന വൈഡ റീമാനാ ശാടാല ചൂടാലാത ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകളെന്മേൽ പതിയണമേ അഗ്നിനാവുകളെന്മേൽ പതിയണമേ ആത്മാവെ കനിയണമേ അഭിഷേകം പകരണമേ ആത്മാവെ കനിയണമേ അഭിഷേകം പകരണമേ ആത്മാവെ കനിയണമേ അഭിഷേകം പകരണമേ ആത്മാവെ കനിയണമേ അഭിഷേകം പകരണമേ ആത്മാവെ കനിയണമേ അഭിഷേകം റിമനവരബല ശുഡബല രഗടക വൈഡവരാതാരികദാരിവദം ലീമാനാധാര ശുഡബല വൈഡവരാതഗരാതഗരാതുമന ശൈതാര ചൂടാലി ബോലോതു ചൂടാലാധാര രഗദല റിമനഗതുലി വൈഡാരാധാര ബലാതഗരാതഗരാതുമന ശംധാര ചൂടാലാധാര ധാര ധീരാമാനാരി ബോലോതു റിമനഗരമുദുലി വൈഡവരാത ചൂടമന വൈഡം ധാരം രഗദാരി മനഗതുലി വൈഡാരബലം ചൂടാലാധാര ധീരാമാനാലി ബാലാധാരി ബോലോതു ശൈഡാരാധാര ചൂടാമാനാലി ബോലോതു ലീമാനാധാര ചൂടാമാനാലി മാനാഥ വൈഡവരാധാരി ഗദല മനഗതുലി വൈഡാരബലാതഗരാതബലം ചൂടാലാരാധാരാലാരി മാനാധാരി കാലാധാരി മനഗതുലി വൈഡാരാധാര ലീമാനാധരല രമന രഗൽക്കരാലഭ ആദിമ നൂറ്റാണ്ടിൽ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഈ ആലയത്തിന്റെ മേൽ അങ്ങ് അയക്കണമേ കർത്താവ് ജനങ്ങളെ അങ്ങ് തുടരണമേ കർത്താവ് പെന്തക്കോസ്ത് നാളിൽ വ്യാപരിച്ച അതേ ദൈവശക്തി അതേ ദൈവിക അധികാരം അതേ ദൈവിക അഭിഷേകത്തിന്റെ പുതപ്പ് ചിലരുടെ മേൽ ലാഷ്മല റാക്കറ്റുലി റിയാൻ താരാലമന ലീമാര തരാല റാക്കറ്റല റമന തുലിലി റിയാൻ തരാല റമോനിയോ ലീമാന തരാല റമന ചിലരെ പുതുതായി ഇന്ന് പകലിൽ അഭിഷേകം ചെയ്യുവാൻ ചിലരെ പുതുതായി ശുശ്രൂഷയിൽ കൈപിടിച്ച് കയറ്റുവാൻ ലാഷ്മല റാക്കറ്റുലി റിമനന തുലിലി റിമന റാക്കറ്റോലോ റമോനോ ചൂടാല റമന റിമനല റാക്കറ്റലി റിയാൻ താരാല മോനോ ലീബാല തരാല റമന ലലോലോ റമോനോ ശ്മാന റമനന ലീമാന താരാല ശ്മാറ്റല റമന റഗൽ കരാല റിമന വരബല ജുഡിലി റിമന റിയാൻ തേരിയ ഷൈഡബല ജുഡിലി റിമന റഗൽ കരാല ആഴത്തിലെന്നോട് നിടപെടണമേ ആത്മാവിലെന്നോട് നിടപെടണമേ ആഴത്തിലെന്നോട് നിടപെടണമേ
ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, കർത്താവ് ഇന്ന് പകൽ ആഴത്തിൽ ഞങ്ങളോട് സംസാരിക്കണം, ആഴത്തിൽ ഇന്ന് പകൽ ഞങ്ങളോട് ഇടപെടണം എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ കരങ്ങൾ ചേർന്ന് കർത്താവ് ഞങ്ങളുടെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി രാമയം പറഞ്ഞ്, ശബ്ദമുയർത്തി രാമയം പറഞ്ഞ് ആ കരങ്ങളെ അടിച്ച് നല്ല കർത്താവിന് ശബ്ദത്തെ ഉയർത്തി 95 സങ്കീർത്തനം ഒരുമിച്ച് വായിക്കും. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പൊതുവെ പറയുന്നത്. അതിന് കാരണവുമുണ്ട്. എബ്രായർക്ക് എഴുതിയ പുസ്തകത്തിൽ അതിൻ്റേതായ തെളിവുകൾ ദൈവം നൽകിയിട്ടുമുണ്ട്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് വരുവിൻ, ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന ഓ കം എന്നാണ്. അതായത് വരുവിൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ളവരെ വരുവിൻ. ആ വാക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വരുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം? നമ്മൾ ദൈവസന്നിധിയിൽ വരിക, നമ്മൾ മറ്റുള്ളവരോട് പറയുക, ദൈവസന്നിധിയിൽ നിങ്ങൾ വരണം, ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ച് സ്തുതിക്കണം. അങ്ങനെ നമ്മളൊരു നല്ലൊരു ദൈവമുണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമുണ്ട് എന്ന് നമ്മൾ പറയണം എന്നാണ് ആ വരുവിൻ എന്ന വാക്കുകൊണ്ട് ദൈവം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വരുവിൻ, നാം യഹോവയ്ക്ക് ഘോഷിച്ചുല്ലസിക്കുക. എന്തിനാണ് നമ്മുടെ ദൈവസന്നിധിയിൽ വരേണ്ടത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ഘോഷിക്കണം? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവമാണ് നമ്മെ ഓരോ നിമിഷവും നടത്തുന്നത്, ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം, ദൈവത്തെ വണങ്ങണം. എന്നുള്ളതാണ് ദൈവം നമ്മളിലൂടെ ഉദ്ദേശിക്കുന്നത്. മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വിനയപ്പെടുക. വണങ്ങുക എന്ന് പറഞ്ഞതും അത് തന്നെയാണ്, ദൈവസന്നിധിയിൽ ദൈവത്തെ അംഗീകരിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇത്രയുമാണ് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായി സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമായി 8ാമത്തെ സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അതിൻ്റെ ആദ്യ ഭാഗം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ, അത്രയും ഭാഗം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ലോക മനുഷ്യരെയല്ല പറയുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയുന്ന നമ്മളെയാണ് നിങ്ങൾ എന്ന് പറയുന്നത്.
അപ്പം നമുക്കൊരു നേരത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞതുപോലെ യഹോവയുടെ സന്നിധിയിൽ വരിക, മറ്റുള്ളവരെ കൊണ്ടുവരിക, അവനെ സ്തുതിക്കുക, വണങ്ങുക, ആരാധിക്കുക, അതെല്ലാം നമ്മൾ ചെയ്യണം. അത്രയും ചെയ്താൽ മതിയോ? ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ സ്തുതിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ ശബ്ദം കേൾക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ വന്നതും സ്തുതിച്ചതും ആരാധിച്ചു എന്നതുകൊണ്ട് മാത്രം ദൈവം നമ്മൾ അനുഗ്രഹിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദം എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം. എങ്ങനെ പോലെ? കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മസാ നാളിനെ പോലെയും നമ്മൾ ഇസ്രായേൽ ജനം പണ്ട് കാലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പിറുപിറുത്തു. നമുക്കറിയാം മസാ മെരീബ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾ പിറുപിറുത്തു. ദൈവമുണ്ടോ എന്ന് അവരോട് ദൈവമുണ്ടോ എന്ന് ചോദിച്ചു. അവരെ പോലെ ആകരുത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ കേൾക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിനോട് പിറുപിറുത്ത് നമ്മുടെ ഹൃദയം കഠിനമാക്കാൻ പാടില്ല. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അങ്ങനെ കഠിനമാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് അവിടെ പറയുന്നു. കർത്താവ് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? 40 ആണ്ട് അവരോട് കർത്താവ് എന്ത് ചെയ്തു? അവരെ കഷ്ടപ്പെടുത്തി. നമ്മളടുത്തും കർത്താവ് തരുന്ന ഒരു ദൂത് അത് തന്നെയാണ്. കർത്താവിൻ്റെ വചനം കേട്ട്, കർത്താവിൻ്റെ ശബ്ദം കേട്ട് ജീവിച്ചില്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യും? കർത്താവ് നമ്മളെയും നമുക്ക് തരാവുന്ന നന്മകളെയും കർത്താവ് എന്ത് ചെയ്യും? വൈകിപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിയില്ല എങ്കിൽ കർത്താവ് നമ്മളെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ ശിക്ഷിക്കും. കർത്താവ് എന്ത് പറഞ്ഞു? ഇസ്രായേൽ ജനത്തെ കൊണ്ട് കർത്താവ് പറഞ്ഞു, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്ന് പറഞ്ഞു. നമ്മളും അനുസരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് പറയും, നമ്മൾ സ്തുതിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്നു, മുട്ടുകുത്തുന്നു, ശരി തന്നെ. പക്ഷേ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടില്ല എങ്കിൽ നമ്മൾ കൊണ്ട് കർത്താവ് പറയും, എൻ്റെ സന്നിധിയിൽ തെറ്റിപ്പോകുന്ന ഒരു ജനമാണ് നിങ്ങളെന്ന് കർത്താവ് പറയും. അപ്പോൾ കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു, എന്താ? കർത്താവിന് ക്രോധമുണ്ടായി. കർത്താവ് ആ ജനത്തോട് ക്രോധത്തോടു കൂടിയാണ് പെരുമാറി. അപ്പോൾ ഈ സങ്കീർത്തനം പറയുന്ന കാര്യം ഇത്രയുമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ വരണം, മറ്റുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുവരണം, കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ വണങ്ങി നമസ്കരിക്കണം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. എന്ത് ചെയ്യണം? അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മൾ മാറണം. ഇത്രയും ആയാൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികളാകുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് കർത്താവ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, അല്ലെങ്കിൽ കർത്താവ് പറയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വരാതെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. ലോകമനുഷ്യരെ നോക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാമെന്ന്, ലോകമനുഷ്യരെ നോക്കുമ്പോൾ കർത്താവ് പറയും, അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇത്രയും സ്തുതിക്കുന്നു, നമ്മൾ ഇത്രയും കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ഞായറാഴ്ചയും വരുന്നു, ഇനിയും കർത്താവിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ കർത്താവ് നമ്മളെ കൈവിടുമോ? അപ്പോൾ ലോകമനുഷ്യർ കർത്താവിനെ ഒരു നിമിഷം പോലും അറിയാത്തവരുണ്ടല്ലോ, അവരെങ്ങനെ കർത്താവ് നോക്കും? കർത്താവ് അവരെ കാണുമ്പോൾ ഓക്കെ, അവർ ലോകമനുഷ്യരാണ്, അവരെ കർത്താവ് ആ തരത്തിലേ കാണുകയുള്ളൂ. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കൽപ്പനകൾ പൂർണ്ണമായും നമ്മൾ അനുസരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലായിരിക്കണം. അങ്ങനെ ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യും? കർത്താവിന് ഇഷ്ടമുള്ള മക്കളായി നമ്മൾ മാറുകയുള്ളൂ. അങ്ങനെ ആകുവാൻ ഈ ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും ദൈവം എല്ലാവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സങ്കീർത്തന പ്രബോധനങ്ങളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ആത്മശക്തിയെക്കുറിച്ച് കുറച്ചധികം ഏറെ കേട്ടു, പഠിച്ചു. കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വരുന്നതും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുന്നതും ഇതിനകത്തെ ആയിരുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ അഭിഷേകത്താൽ നിറയുന്നതും നമ്മൾ കണ്ടു. ഇന്ന് പകൽക്കാലം കർത്താവ് അതിൻ്റെ ബാക്കി എന്നോട് സംസാരിക്കുവാൻ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വലുത് ഇതിനകത്ത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾവിക്കാരായ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നമ്മുടെ മേലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവില്ലാതെ ഒരുവനും യേശു കർത്താവെന്ന് പറയുവാൻ കഴിയില്ലെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവുള്ള വ്യക്തികളോട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഊതി തൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാക്കിയ ശിഷ്യന്മാരോടാണ് കർത്താവ് കാത്തിരിക്കുവാനും പിതാവിൽ നിന്ന് താൻ വാങ്ങി അയക്കുവാൻ പോകുന്ന ശക്തിക്കായി കാത്തിരുന്ന് അത് പ്രാപിച്ച് തൻ്റെ ശുശ്രൂഷ പങ്കാളിയാകുവാൻ പറയുകയും ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ അന്ത്യകാലത്തിൽ ദൈവത്തിൻ്റെ ശക്തി അധികമായി പ്രാപിക്കുവാൻ നമ്മളും കാത്തിരിക്കണം. നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച അധിക ശക്തിയെ കർത്താവിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തുന്നവരായി തീരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത് നമ്മളെ നിത്യതയിൽ നടത്തുവാൻ വേണ്ടിയാണ്. ഈ ദേശത്തിൽ, ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന സമയത്ത് ഈ ലോക ജീവിതത്തിനകത്ത് നമ്മൾ അടിമപ്പെട്ടു പോകാതെ വണ്ണം, ജഡീക സ്വഭാവം നമ്മളിൽ വരാതെ വണ്ണം, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നമ്മളെ പ്രയോജനപ്പെടുത്തുവാനും
കർത്താവ് എന്താണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അത് പ്രകാരം നടത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത്. ഇതാണ് വഴി, ഇതിലെ നടക്കുക എന്ന് ഇസ്രായേൽ ജനങ്ങൾ ശബ്ദം കേട്ട് നടന്നതുപോലെ ഈ നാളുകൾ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നടന്ന് നമ്മൾ ചെയ്യുന്ന കാര്യാദികൾ താൻ തന്നെ കൃത്യത വരുത്തി, പാപബോധം വരുത്തേണ്ടടുത്ത് പാപബോധം വരുത്തി നമ്മെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി എന്ന് നമ്മൾ ഗ്രഹിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാറുണ്ട്. ഇത് കൽപ്പന ലംഘനമാണ്, ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതാണ് എന്ന് പറഞ്ഞ് നമ്മളെ വീണ്ടും കർത്താവിൻ്റെ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് നേരായ പാതയിൽ നടത്തുന്നു. എന്നാൽ പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾ തന്നെ കാത്തിരുന്നാൽ, പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾ തന്നെ അധികമായി വീണ്ടും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും തൻ്റെ മേൽ അയച്ച പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ താൻ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിമിഷവും കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രാപിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ വീണ്ടും വീണ്ടും വേണമെന്ന ആഗ്രഹത്തോടെ താൻ അല്ലെങ്കിൽ പിതാവായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച രീതിയിൽ ലോകാരംഭത്തിന് മുന്നേ എന്നെയും നിങ്ങളെയും കുറിച്ച് അറിഞ്ഞതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ആ പർപ്പസിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ശക്തി കൂടെ പകരും. ഹല്ലേലൂയ. ദൈവിക ശക്തി അല്ലെങ്കിൽ ഡൊനാമിക്സ് പവർ എന്നാണ് അതിനെ പറയുന്നത്. ആ ശക്തിയെ ഒരു വ്യക്തിക്കും അളക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ മേൽ വരുന്ന ശക്തിയെ ചിലപ്പോൾ നിങ്ങളുടെ ശരീരം കൊണ്ട് താങ്ങുവാൻ കഴിയുകയില്ല. ആ ശരീരത്തിൽ താങ്ങുവാൻ കഴിയാത്ത ശക്തി നിങ്ങളോടുകൂടെ വാസം ചെയ്ത് ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നവരായി മാറും. നിങ്ങൾ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ശക്തിയുള്ളവരായി തീരും. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ അഗ്രഗണ്യന്മാരായി കർത്താവ് എന്താണോ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ രീതിയിൽ വളരുകയും ചെയ്യും. ആയതുപോലെ തന്നെ ഈ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിനകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നമ്മുടെ നടപ്പിലും നമ്മുടെ സാമ്പത്തികത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ലോകപരമായുള്ള ഒരു ഫൈറ്റിംഗ് മേഖലയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മളോട് ഫൈറ്റ് ചെയ്യുവാൻ സാത്താൻ എന്ന ശത്രു നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറഞ്ഞൊരു വിശ്വാസിയായി ജീവിച്ചാൽ പോലും എന്ത് വേണം? ദൈവശക്തി നിങ്ങളോട് വേണം. ഹല്ലേലൂയ. ഒരിക്കലും ദൈവശക്തി നിങ്ങളിൽ നിന്ന് കുറഞ്ഞു പോകാതെ നിങ്ങൾ അതിനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന രീതിയിൽ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ച് നടക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അയക്കുന്ന സമയത്തിന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇനിയുള്ള കാലം ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നോടുകൂടെ വാസം ചെയ്യുമെന്നാണ്. ആദാമിൻ്റെ കാലഘട്ടത്തിൽ പിതാവായ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അകന്നുപോയ ജനത്തെ പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും അടുപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവത്താൽ നമ്മെ ഫിക്സ് ചെയ്തത്. ഹല്ലേലൂയ. ആ ഫിക്സ് ചെയ്ത് നമ്മളോടുകൂടെ നിരന്തരമായി നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എവിടെ നടന്നതുപോലെ ആദാമിൻ്റെ അടുക്കലേക്ക് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്നതുപോലെ എപ്പോഴും 24/365 ദിവസവും നമ്മളോട് ഇറങ്ങി വന്ന് നമ്മളോടുകൂടെ വാസം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ആ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ കർത്താവ് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ലോകത്തിൽ ഇവൻ അല്ലെങ്കിൽ ആത്മാവ് പ്രാപിച്ച വ്യക്തി എന്ത് ചെയ്യണം? എന്നെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. കർത്താവിനെ വെളിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് ചെയ്തതും അതിലുപരിയും ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ ശക്തി വേണം. ഹല്ലേലൂയ. ആ ശക്തി നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം വാഞ്ചിക്കാൻ പറ്റുമോ, എത്രത്തോളം ആഗ്രഹിക്കാൻ പറ്റുമോ അത്രത്തോളം ആഗ്രഹിക്കണം. അതിലുപരിയായി യാചിക്കണം. അതിലുപരിയായി എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ കൽപ്പനകളെ പ്രമാണിക്കണം. അതിലുപരിയായി സഭയുമായുള്ള ബന്ധത്തിൽ നിൽക്കണം. അതിലുപരിയായി കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന നേതൃസ്ഥാനങ്ങളെ ബഹുമാനിക്കണം. അതിലുപരിയായി കർത്താവിന് വേണ്ടി ജീവിതം നിങ്ങൾ മാറ്റിവെക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മുന്നേ വരും. ഈ ലോകത്തിലുള്ള ഒരുപാട് മോഹങ്ങൾ നമ്മുടെ മുന്നേ വരും. പക്ഷേ നമ്മളായിരിക്കുന്ന സ്ഥലത്തെല്ലാം കർത്താവിനെ ഉയർത്തുന്നവരായി തീർന്നാൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവിൻ്റെ പർപ്പസിലേക്ക് നിങ്ങളെ കയറ്റും. കർത്താവിന് ഓരോരുത്തരെയും കുറിച്ച് ഓരോ ഹിതമുണ്ട്. ഇതിനകത്ത് ഈ സഭയുടെ അകത്ത് നമ്മൾ ഓരോ നാളുകളും എല്ലാ മാസങ്ങളും നമ്മൾ കേൾക്കുന്നതാണ് നീ ഒരു പ്രൊഫറ്റാണ്, നീ ഒരു അപ്പോസ്തലനാണ്, നീ ഒരു ഇടയനാണ്, നീ ഒരു ഇവാഞ്ചലിസ്റ്റാണ്, നീ ഒരു ഉപദേഷ്ടാവാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്താറുണ്ട്. അതേപോലെ ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവിൻ്റെ ആത്മാവ് പറയുന്നതാണ് നിങ്ങളുടെ മേൽ എൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കണം, നിങ്ങൾ ഫലം കായ്ക്കുന്നവരായി
തീരണം. ഇതെല്ലാം കർത്താവിൻ്റെ വാഞ്ചയാണ്. നിങ്ങളോട് ഇത് പറയുമ്പോൾ ഒരപ്പൻ വന്ന് മകനോട് പറയുകയാണ്, നീ പഠിച്ച് ഇന്ന ജോലി നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ പിതാവ് നിങ്ങളോട് പറയുകയാണ്, നീ എന്നെ വെളിപ്പെടുത്തുന്നവനായി ഈ ലോകത്ത് തീരണം. ഏത് രീതിയിൽ? നീ ഒരു പ്രവാചക ഗണത്തിൽ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നിൻ്റെ നാവിലൂടെ ജനത്തെ അറിയിക്കണം. ഹല്ലേലൂയ. നീ ഒരു അപ്പോസ്തലൻ എന്ന ഗണത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ അറിയിക്കുന്ന ദർശനത്തിലും വെളിപ്പാട് നിന്നുകൊണ്ട് സഭയെ പണിയണം, സഭകൾ പുതുതാക്കണം, സഭയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം. ഇടയനായിരിക്കുന്ന നീ എന്ത് ചെയ്യണം? ഞാൻ നിന്നിലൂടെ പ്രവർത്തിക്കുന്ന അനുസരിച്ച് നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി നിൻ്റെ ജീവിതം മാറ്റിവെച്ച് നീ അവരെ നന്നായി വചനം പഠിപ്പിച്ച് മുന്നോട്ട് പോകണം എന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ പരിശുദ്ധാത്മാവാം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യം: ഒന്ന്, നിങ്ങൾ നിത്യരാജ്യത്തിൽ അവകാശിയാകണം. അതിലുപരിയായി ഈ ലോകത്തിൽ ലോക ജനത്തിൻ്റെ മുന്നേ, ജഡീക മനുഷ്യരുടെ മുന്നേ, ദൈവത്തെ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് പറഞ്ഞ് നടിച്ചു നിൽക്കുന്നവരുടെ മുന്നേ യേശുവിനെ നിങ്ങൾ വെളിപ്പെടുത്തുന്നവരായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ കർത്താവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. ഹല്ലേലൂയ. തൻ്റെ ശക്തിയാൽ ഈ നാളുകൾ വെളിപ്പെടും. പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ, എനിക്കറിയില്ല അടുത്ത ആഴ്ച മാറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും കർത്താവ് പലവിധ ശക്തികളെക്കുറിച്ച് പഠിപ്പിക്കുവാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് എന്ത് തരുന്നോ, പരിശുദ്ധാത്മാവാൻ ദൈവം എന്നെ എന്ത് പഠിപ്പിക്കുന്നോ അത് പ്രകാരം മുന്നോട്ട് പോകണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച രണ്ട് കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ആകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്യന്ത ശക്തി പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ മൺകൂടാരത്തിനകത്താണ്. നമ്മുടെ ദേഹം, ദേഹി, ആത്മമണ്ഡലത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഈ മൺകൂടാരത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയ. കർത്താവിനെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ മേലിൽ നിന്ന് സൗഖ്യമാക്കുന്നവൻ്റെ ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവിനെ തൊട്ടവനും കർത്താവ് തൊട്ടവനും സൗഖ്യമായി. ഹല്ലേലൂയ. ഈ നാളുകൾ, ഈ അന്ത്യകാലത്തും അത് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിനകത്തും അത് സംഭവിക്കും. നമ്മളത് കാണും. ഹല്ലേലൂയ. ഇതിനകത്ത് ശുശ്രൂഷ ചെയ്യുന്ന ചില വ്യക്തികൾക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മേലിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് നമുക്കറിയുവാൻ കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ മേൽ നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ നിൽക്കുമ്പോൾ, ദൈവിക ആത്മശക്തിയാൽ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ ഒരു വ്യക്തിയെ തൊടുമ്പോൾ, ഒരു വ്യക്തിയുടെ അടുക്കൽ പോകുമ്പോൾ നമ്മളിൽ നിന്ന് ആ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ നാളുകൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും എനിക്കത് മനസ്സിലാകുവാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കും. നിങ്ങളും കർത്താവിന് വേണ്ടി ശക്തമേറിയ രീതിയിൽ പ്രയോജനപ്പെടും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ മൺകൂടാരം നമ്മൾ ഏറ്റവും സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മുന്നേ നമ്മൾ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്ന സമയങ്ങളിൽ, നമ്മൾ നമ്മെ തന്നെ സംസാരിക്കുന്ന സമയങ്ങളിൽ, നമ്മുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തിരുവചനമെടുത്ത, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അഭിഷിക്തനും അഭിഷിക്തകളുമായ, അല്ലെങ്കിൽ സ്നാനമെടുത്ത ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം? നമ്മൾ നന്നായി കെയർ ചെയ്ത്, നമ്മൾ നന്നായി സൂക്ഷിച്ച് വേണം ഇടപെടണം. ഹല്ലേലൂയ. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, പലപ്പോഴും ദൈവവചനമെടുത്ത നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കല്ല തെറ്റ് കൂടുതൽ വരുന്നത് ആർക്കാണ്? കർത്താവിനാണ്. ഇവൻ അതിനു വേണ്ടി തന്നെയാണ് ബൈബിൾ എടുത്തത്. ഇവൻ ദൈവത്തിനെ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ ശത്രുവായവൻ മനുഷ്യരുടെ, വ്യക്തികളുടെ എഴുന്നേൽക്കും. ദൈവനാമം നിന്ദിക്കപ്പെടും. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമ്മൾ യേശുവിന് പകരക്കാരായി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ തെറ്റ് കുറ്റങ്ങൾ ഉണ്ടായാൽ പോലും നമ്മളെ സംരക്ഷിക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. കാരണം നമ്മൾ മനുഷ്യരാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ നിന്ന് ആ ശക്തി വെളിപ്പെടുമെന്ന് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ മൺകൂടാരം ആരുടേതാണ്?
പരിശുദ്ധാത്മാവിൻ്റെതാണ്. നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതല്ല. വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും മാറ്റി നമുക്ക് ചിന്തിക്കാം. നമ്മെ ദത്തെടുത്തു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ എന്ത് ചെയ്തു? ദത്തെടുത്തു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നീ. ഒരിക്കലും വില മതിക്കുവാൻ കഴിയാത്ത, ഈ ലോകത്തിൽ ഒരു വിലയും കൊടുക്കുവാൻ കഴിയാത്ത പുണ്യാഹ രക്തത്തിൻ്റെ അവകാശിയാണ് നമ്മൾ. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആ വീണ്ടെടുപ്പിനോടൊപ്പം കർത്താവ് ചെയ്തത് ഈ മൺകൂടാരത്തെ വിലയ്ക്കും കൂടെ വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങി സ്വന്തം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ എൻ്റെ മേലും നിൻ്റെ മേലും പകർന്നിരിക്കുന്നു. ആ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ മന്ദിരമായി നമ്മൾ നടക്കണം. നമ്മുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ഉപജീവന മാർഗത്തിനകത്ത് നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം ലോകമനുഷ്യർ പലതും കാണിക്കുമായിരിക്കാം, പല രീതിയിൽ പ്രവർത്തിക്കുമായിരിക്കാം, പല ചിന്തകളിൽ അവർ നടക്കുമായിരിക്കാം. നമ്മൾ ആരുടെ മക്കളാണ്? കർത്താവിൻ്റെ മക്കൾ. നമ്മൾ ആര് വിലയ്ക്ക് വാങ്ങി? കർത്താവ് വിലയ്ക്ക് വാങ്ങി. നമ്മൾ ഇന്ന് അവകാശിയായിരിക്കുന്നത് കർത്താവിൻ്റെ അവകാശിയാണെങ്കിൽ നമ്മുടെ നടപ്പ് കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സംസാരം കൊണ്ടും എല്ലാം യേശുവിനെ ഉയർത്തുന്നവരായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ നിൽക്കും. പ്രിയ സഹോദര സഹോദരി, ഇതിനകത്ത് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് 2026 വർഷത്തിനു മുന്നേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പുണ്യാഹ രക്തം, തൻ്റെ പാവമില്ലാത്ത രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്. ആ കർത്താവിനെ നിങ്ങൾ തിരിച്ചും സ്നേഹിക്കണം. ഹല്ലേലൂയ. ഈ മൺകൂടാരം ഇന്നു മുതൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഈ ശരീരത്തിനകത്ത്, തിരുവചനത്തിനകത്ത് പറയുന്നു 2 പേർക്കാണ് അവകാശം. ആർക്കൊക്കെ? ഒന്ന്, ഒരു പുരുഷന് അവൻ്റെ സ്ത്രീക്കും, അവൻ്റെ ഭാര്യയ്ക്കും. ഒരു സ്ത്രീക്ക് അവൻ്റെ ഭർത്താവിനും, അവളുടെ ഭർത്താവിനും. ആയതുപോലെ നമ്മുടെ കർത്താവിനും മാത്രമാണ് അവകാശം. ഹല്ലേലൂയ. എനിക്ക് പോലും എൻ്റെ ഈ ശരീരത്തിനകത്ത് അവകാശം തിരുവചനം പ്രകാരം ഇല്ല. എൻ്റെ ഭാര്യയ്ക്കുണ്ട്, എൻ്റെ കർത്താവിനുമുണ്ട്. അപ്പം ഞാൻ നടക്കുമ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ ദൈവത്തിന് വേണ്ടിയും ഞാൻ ഈ ലോകത്ത് ജീവിക്കണം. എൻ്റെ നോട്ടമാകട്ടെ, സംസാരമാകട്ടെ, വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, എല്ലാം യേശുവിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ കുടുംബവും അനുഗ്രഹപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിനെ അറിഞ്ഞ നിങ്ങൾ, നിങ്ങളുടെ ദേശത്തിനകത്ത്, നിങ്ങളുടെ ചാർച്ചക്കാരനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ മാത്രമാണ് യേശുവിനെ അറിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വിളിച്ചു പറയുന്നു, നീ മാത്രം മതി ആ ദേശത്തിന് ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ. നിൻ്റെ നടപ്പ്, നിൻ്റെ സംസാരം, നിൻ്റെ വാക്ക്, നിൻ്റെ പ്രവൃത്തി കാരണം ആ ദേശം യേശുവിനെ അറിയാൻ പോകുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തും. അവൻ്റെ അത്യന്ത ശക്തി നിൻ്റെ മേൽ, ഈ മൺകൂടാരത്തിൻ്റെ മേൽ അയക്കും. നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്നെ അത്ഭുതമാക്കി കർത്താവ് തീർക്കും. ആയതുപോലെ ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അതും കേട്ടു, ചെറുതായിട്ടും തുടങ്ങി വെച്ചു. 1 ശമൂവേലിൻ്റെ പുസ്തകം, അതിനകത്ത് അതിൻ്റെ 10-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി ശമൂവേൽ പ്രവാചകനിലൂടെ അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിട്ട് ശൗൽ മാറുന്നതിന് കാരണം തൻ്റെ അപ്പൻ്റെ കഴുതയെ കാണാതെ അത് കണ്ടെത്തുവാൻ കടന്നു വന്ന വ്യക്തിയാണ് ശൗൽ. പക്ഷേ ശൗൽ പുരോഹിതൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുന്നേ, പ്രവാചകൻ്റെ അടുക്കൽ എത്തുന്നതിൻ്റെ തലേ ദിവസം തന്നെ യഹോവ പ്രവാചകനോട് പറഞ്ഞു, നാളെ ഈ സമയമാകുമ്പോൾ ഒരു വ്യക്തി നിൻ്റെ മുന്നേ വരും. അവനെ നീ എന്ത് ചെയ്യണം? രാജകീയ അഭിഷേകത്താൽ നയിക്കണം. അവനാണ് ഇനി അടുത്ത ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേൽ യഹോവയുടെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു? ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത ശേഷം താൻ 1-2 അടയാളങ്ങൾ പറഞ്ഞു. തുടർന്നുള്ള സമയങ്ങൾ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ അറിയാതെ എന്ത് ചെയ്യും? പ്രവചിക്കും. നീ അറിയാതെ രാജകീയ ഉദ്യോഗത്തിലേക്ക് കയറുമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കും, ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യുമെന്ന് ശമൂവേൽ പ്രവാചകൻ ശൗലിനെ നോക്കി പ്രവചിച്ചു വിടുകയാണ്. അതിൻ്റെ 10-ന്റെ 10 തന്നെ നോക്കുമ്പോൾ, താഴോട്ട് നോക്കുമ്പോൾ, അവർ അവിടെ നിന്ന് ഗിരിയെങ്കിൽ എത്തിയപ്പോൾ ഒരു പ്രവാചകണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ഹല്ലേലൂയ.
നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെടുകയും ചെയ്താൽ നിങ്ങളെ കർത്താവ് വിളിച്ച പർപ്പസിലേക്ക് നിങ്ങൾ കയറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നീ ഒരു സുവിശേഷനാകും. പക്ഷേ ആ സുവിശേഷത്തിന് വേണ്ടി നീ ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ദിവസം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ വെളിപ്പെടും. ആ വെളിപ്പെടുത്തലോടെ, ആ എൻകൗണ്ടറിലൂടെ നീ ഇന്ന് വരെ സുവിശേഷം പറയാത്ത രീതിയിൽ സുവിശേഷം പറഞ്ഞു തുടങ്ങും. ഹല്ലേലൂയ. നീ പ്രവചിച്ചു തുടങ്ങാത്ത വ്യക്തിയായിരിക്കാം. നീ പ്രവാചകിയാണെന്നും പ്രവാചകനാണെന്നും കേട്ട് മടുത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ നീ കാത്തിരിക്കുകയാണ്, നീ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതമുള്ള ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിൻ്റെ മേൽ ദൈവാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നീ ആ നിമിഷം മുതൽ പ്രവചിക്കും. ഹല്ലേലൂയ. നിനക്ക് തന്നെ അത്ഭുതമായി മാറും. നീ ഇതെങ്ങനെ ചെയ്തു എന്ന് നീ ചോദിക്കത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ. അതെങ്ങനെ ഇറങ്ങണം? ശക്തിയോടെ ഇറങ്ങി വരണം. ആത്മശക്തിയോടെ നിന്നെ നിറയ്ക്കുമ്പോൾ നീ അറിയാതെ ഇത് ചെയ്യും. ശൗലിനെ കുറിച്ച് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, ഇവനും പ്രവാചകനോ എന്ന് തുടർന്നുള്ള സമയങ്ങൾ മറ്റുള്ളവർ ചോദിച്ചു പോലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള വചനത്തിനകത്ത് വായിക്കുമ്പോൾ ശൗൽ തൻ്റെ ജനത്തിനുണ്ടായ ഒരു പ്രതികൂലത്തെക്കുറിച്ച് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അവൻ്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാളെ ഇങ്ങനെ അറക്കുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് തന്നോട് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഒരുമിപ്പിച്ച് താൻ അവർക്കെതിരെ യുദ്ധം ചെയ്തു രാജകീയ അഭിഷേകത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ജനമേ, കർത്താവ് നിന്നോട് പറയുന്നത് വെറും വാക്കല്ല, കർത്താവിൻ്റെ ഹിതമാണ് നിന്നോട് പറയുന്നത്. നിന്നെ കർത്താവിന് ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നീയും കർത്താവുമായുള്ള ബന്ധത്തിനകത്ത് വരുന്ന വിള്ളലുകളാണ്. കർത്താവും നീയുമായിട്ടുള്ള വരുന്ന അകൽച്ചകൾക്കുള്ള കാരണം കൊണ്ടാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ എത്രത്തോളം ചേർന്നിരിക്കുന്നോ, ആ ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും എന്ത് പ്രതികൂലം ഉണ്ടെങ്കിലും നിന്നെ കൃത്യസമയത്ത് സെക്കൻഡിനകത്ത് കർത്താവ് പുറത്തെത്തിച്ചിരിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പർപ്പസ് അനുസരിച്ച് നിന്നെ ഉപയോഗിച്ചിരിക്കും. ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല, ആർക്കും അത് ബന്ധിച്ച് നിർത്തുവാൻ കഴിയുകയില്ല. നിന്റെ ശത്രുക്കൾ നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കും, നീ അവരുടെ മുന്നേ ഉയർന്നു വരികയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ തന്നെ പ്രവചിക്കുവാൻ പറയുന്നു. ഈ സഭയ്ക്കകത്ത് അത് ചിലരുടെ മേൽ കാണുവാൻ പോകുന്നു. ഹല്ലേലൂയ. അവർക്ക് തന്നെ അത്ഭുതമായി തീരുന്ന രീതിയിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ചില വ്യക്തികളുടെ മേൽ വെളിപ്പെടും. നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി തീരുന്ന രീതിയിൽ ചില വ്യക്തികളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സീസണിലേക്ക് കർത്താവ് ഇന്ന് പകൽക്കാലം മാറ്റും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായി തീരണം. നിന്റെ ഈ മൺകൂടാരം ക്രിസ്തുവിൻ്റെ ആലയമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. നിന്റെ സംസാരവും രഹസ്യജീവിതം പരസ്യജീവിതം എല്ലാം ക്രിസ്തുവിന് വേണ്ടി കൊടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നീ പ്രയോജനമുള്ള വ്യക്തിയായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ നോക്കി പ്രവചിക്കുകയാണ്. നീ ഇന്നതാകും, നീ സമ്പത്തിൽ വർദ്ധിക്കും, നീ ആരോഗ്യത്തിൽ വർദ്ധിക്കും, നീ കർത്താവിന് വേണ്ടി ഇന്ന രീതിയിൽ പ്രയോജനപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മളിത് കേട്ടിട്ട് നമ്മളത് കളഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കേണ്ട രീതിയിൽ ആവാതെ ജീവിച്ചാൽ, പ്രിയമുള്ളവരെ, ഡിലേ ആയി സമയം ലേറ്റായി അങ്ങ് പോകും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്കിങ്ങനൊരു പ്രവചനമുണ്ട്, എനിക്കിങ്ങനൊരു പ്രവചനം ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന നമ്മൾ തന്നെ മാറ്റി പറയും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കിട്ടിയത്, ഈ പ്രാവശ്യം അടുത്ത ഒക്ടോബറിലാണ് കിട്ടിയിരിക്കുന്നത്, അടുത്ത നവംബറിലാണ് കിട്ടിയത്. എല്ലാ വർഷവും ഉണ്ട് നവംബറും സെപ്റ്റംബറും ഒക്ടോബറും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മളെ മേൽ അത് വരാത്തത്? കർത്താവ് വീണ്ടും പറയാണ്, നീ ഇടയനാണ്, നീ കുടുംബമായി ശുശ്രൂഷ ചെയ്യും, നീ പ്രവാചകനാണ്, നീ പ്രവാചകിയാണ്, ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേൽ അത് വരാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വരും. പക്ഷെ നമ്മുടെ മേൽ അത് നിലനിൽക്കില്ല. ആ ശക്തി നമ്മുടെ മേൽ കയറുവാൻ കഴിയാതെ, ആ ശക്തി നമ്മുടെ മേൽ നിലനിൽക്കാതെ തിരിച്ച് മടങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകും. ഹല്ലേലൂയ. അതായത് കർത്താവ് നിൻ്റെ മേൽ വരും, ശക്തി നിൻ്റെ മേൽ വരും, നിന്നെ തറയിലിടും, തറയിൽ നീ വീഴുമായിരിക്കാം, ചിലപ്പോൾ നിനക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിന് നിൻ്റെ മേൽ ഉള്ളത്തിൽ വാസം ചെയ്യാൻ കഴിയില്ല. ആ ശക്തിയോടെ വാസം ചെയ്യാൻ പറ്റാത്ത സീസ് ഏത് കാണും? നിൻ്റെ ജഡമായിരിക്കാം, നിൻ്റെ സ്വഭാവമായിരിക്കാം, നിൻ്റെ പ്രവൃത്തിയായിരിക്കാം, നിൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം ഇതുണ്ടെങ്കിൽ നീ പ്രവാചിയാണ്, നീ പ്രവാചകനാണ്, നീ അപ്പോസ്തലനാണ്, നീ കൃപയുള്ളവനാണ്, ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. നീ കുറേ ദിവസം വീണ്ടും എഴുന്നേറ്റ് നിൽക്കും, ഒന്നും നിൻ്റെ കയ്യിൽ കിട്ടൂല. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്താണ്? നമ്മൾ ബലം പ്രയോഗിച്ചാൽ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ എന്താണ്? നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്തില്ലെങ്കിൽ, അതായത് ഈ മൺകൂടാരം ആരതാണ്? ഹല്ലേലൂയ.
ഇതിനകത്ത് സ്വന്തമായി വീടുള്ളവർ എത്ര പേരുണ്ട്? സ്വന്തം വീട്ടിൽ നമ്മൾ ഇന്ന് ആരാധന കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ ചെന്ന് മാന്യമായി ചെന്ന് ബെല്ലടിച്ച് അല്ലെങ്കിൽ ഡോർ തട്ടി ശബ്ദമുണ്ടാക്കിയിട്ട് അകത്ത് കയറും അല്ലേ? അതാ കയ്യിലിരിക്കുന്ന ചാവി എടുത്ത് തുറക്കുന്നു, നമ്മൾ അകത്ത് കയറുന്നു, നമ്മൾ പെട്ടെന്ന് ഡ്രസ്സുകൾ മാറുന്നു, നമ്മുടെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, എല്ലാം ചെയ്യുന്നു അല്ലേ? അതേസമയം നമ്മൾ മറ്റൊരു വീട്ടിലാണ് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെന്ന് വെളിയിൽ ചെന്ന് ബെല്ലടിച്ച്, വലിയ പരിചയമുള്ള വീടാണെങ്കിൽ ചിലവരകത്ത് കയറി പോകും. ഞാൻ പരിചയമുള്ള വീട്ടിൽ പോലും വെളിയിൽ നിൽക്കും, അവർ വിളിക്കണം. അതെൻ്റെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി ബിജു എന്താടാ അവിടെ ഇങ്ങനെ വാടാ എന്ന് വിളിച്ചാലേ അകത്ത് കയറും. ഹല്ലേലൂയ. അത് ഞാൻ പഠിച്ച ഒരു ശീലമാണ്. ചിലർ എന്താ പറയുക, ഡോറിൽ ബെല്ല് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കൂടെ അടുക്കളയിലിരിക്കും. ആ പരിപാടി ചെയ്യരുത്. ഹല്ലേലൂയ. അതാ ചിലപ്പോൾ അവർ സഹിച്ചങ്ങ് നിൽക്കും, പിന്നീട് ഇറങ്ങി പോകുമ്പോൾ നമ്മളെക്കുറിച്ച് പറയും. ഹല്ലേലൂയ. അപ്പം നമ്മൾ അവർ പറയുന്ന സ്ഥലത്ത് ചെന്നിരിക്കുന്നു, മാന്യതയോടെ ഇരിക്കുന്നു, ടി വിയുടെ റിമോട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ തന്നെ നമ്മൾ കാണും. നമ്മളെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളുടനെ റിമോട്ട് എടുക്കും, നമുക്കിഷ്ടമുള്ള ചാനൽ ഇടും, കാണും, ഇതൊക്കെ ചെയ്യും. നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇതിനകത്ത് പറയാൻ പോയത് ഒരു കാര്യം, പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്താണ് വരുന്നത്. നമ്മുടെ ഈ മൺകുടാർ ആരുടെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തോടെ വരികയാണ്. ഇവൻ്റെ മേൽ ശക്തിയോടെ ഞാൻ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ അത് നീ വാടകയ്ക്ക് കൊടുത്ത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? എത്ര പ്രാവശ്യം വരും? മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ക്രിസ്തീയ ജീവിതം നിങ്ങൾ ഈ കേൾക്കുന്ന ഇതിനകത്തുള്ള പല വ്യക്തികൾ വരെ ലോകത്തിന് വാടകയ്ക്ക് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്കിത് തരാം, നിങ്ങൾ ഇതാകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മേൽ അത് വരാത്തത്. നിങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം വരാത്തത് കൊണ്ടല്ല, ദൈവശക്തി വെളിപ്പെടാത്തതുകൊണ്ടല്ല, ശുശ്രൂഷ ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അത് പുറത്ത് വരാത്തതിന് കാരണം എന്താണ്? ആ ദൈവസാന്നിധ്യത്തിന്, പരിശുദ്ധാത്മാവിന് നിൻ്റെ ഉള്ളിൽ വാസം ചെയ്യുവാൻ നീ ഇട കൊടുക്കുന്നില്ല. തൻ്റെ സ്വന്തം ഗ്രഹത്തിൽ ഇറങ്ങി വരുന്നത് പോലെ വരും. പക്ഷെ എന്തു ചെയ്യും? ഒരു പ്രവൃത്തിയും വെളിപ്പെടുത്തൂല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദര സഹോദരി, ഇന്നു മുതൽ നീ ആരുടെ മന്ദിരമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം? കർത്താവിൻ്റെ മന്ദിരമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. അപ്പോൾ ഈ ദിവസം മുതൽ 2026 തീരുന്നവന് നിൻ്റെ മേൽ മിറാക്കുലസ് വെളിപ്പെടും. നീ അത്ഭുതം ചെയ്യുന്നവനായി തീരും. നീ ഒരു അത്ഭുതമായി തീരും. നീ അത്ഭുതം ചെയ്യുന്നവനായി തീർന്നില്ലെങ്കിലും നീ നിൻ്റെ ദേശത്തിനകത്ത്, കുടുംബത്തിനകത്ത്, വ്യക്തികളുടെ മുന്നിൽ നീ ഒരു അത്ഭുതമായി തീരും. കാരണം കർത്താവ് നിന്നോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിന്നോടുകൂടെ നടക്കും. കർത്താവ് നിന്നെ വെളിപ്പെടുത്തും. ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണെന്ന് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. കർത്താവ് അതിനു വേണ്ടി സഹായിക്കട്ടെ. അപ്പം ശൗലെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ മേൽ വാസം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിതം മാറ്റി കൊടുത്താൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വരും, പോകും, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇതിനിരിക്കുന്ന വ്യക്തികളോട് ഞാനിപ്പം ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും സത്യസന്ധമായിട്ട് പറയില്ല കേട്ടോ. ഇതിനകത്ത് പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ വിഭവനങ്ങൾ നിങ്ങൾക്ക് കാണൂല. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ദൈവ സാന്നിധ്യമായിരിക്കും. ശുശ്രൂഷയുടെ ഇടയിൽ നല്ല ദൈവ സാന്നിധ്യം. ഭവനത്തിൽ പോകുമ്പോൾ എന്ത് കാണില്ല? ആ ദൈവ സാന്നിധ്യം കാണില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ആ ദൈവ സാന്നിധ്യം കാണില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഇവിടെ ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടുന്ന സ്ഥലമാണ്. അതിനകത്ത് നിങ്ങളുടെ ശരീരത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. പക്ഷെ നിങ്ങൾ വെളിയിൽ പോയി ലോകപരമായി ജീവിക്കുന്നത് പോലെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കില്ല. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ ചലിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എവിടെ ആയിരുന്നാലും ചലിക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി നിങ്ങളെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിക്കുവോ? ജീവിച്ചാൽ എന്ത് സംഭവിക്കും? നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും നീ വ്യത്യസ്തനായി തീരും. കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ പർപ്പസ്, കർത്താവിൻ്റെ ആഗ്രഹം നിൻ്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഈ ശക്തി കർത്താവ് ചില വ്യക്തികൾക്ക് കൊടുക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് കർത്താവ് അവൻ 12 പേരെ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവശക്തി മാത്രമല്ല ഒരു വ്യക്തിയുടെ മേൽ വരുന്നത്, അധികാരത്തോടെയാണ് വരുന്നത്. ദൈവശക്തി നിൻ്റെ മേൽ വെളിപ്പെട്ടാൽ നിനക്ക് അധികാരമുണ്ടാവും. നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ രോഗാത്മാവിനോട് സൗഖ്യമാകാൻ മാറിപ്പോകുവാൻ പറഞ്ഞാൽ മാറിപ്പോകും, ഭൂതാത്മാക്കളോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ മാറിപ്പോകും. നീ കർത്താവ് പറയുന്ന നിന്റെ നാവിൽ വരുന്ന അധികാരം നീ ഉപയോഗിക്കും. ഹല്ലേലൂയ. ആയതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം പറയുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പിതാവ്, അതായത് പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആരുടെ മേലയക്കും? ഈ കാത്തിരിക്കുന്നവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് വീണ്ടും 1-ാം അധ്യായത്തിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 2-ാം അധ്യായത്തിനകത്ത് കാത്തിരുന്ന 120 പേരുടെ മേലും എന്ത് വന്നു? പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്നു, അവരെ ഉപയോഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇതിനകത്ത് ആരെങ്കിലും കാത്തിരിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഇന്ന് മുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ആയുള്ള ശുശ്രൂഷ നിങ്ങൾ ഈ നാളുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമാകണമെങ്കിൽ എന്ത് ചെയ്യണം? കൃപയും ശക്തിയും നിറഞ്ഞവനായി തീരണം. അതിന് നിങ്ങളും ദൈവവുമായി അത്രത്തോളം ആത്മബന്ധം വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രവചിക്കുന്നത് ഒരു വ്യക്തിക്ക് അത് ക്ലിയറായി നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വാക്ക്, നമ്മുടെ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മേൽ ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് അനുരൂപനാകണം. യേശുവിനെ മാറ്റുവാൻ കഴിയാതെ വണ്ണം നമ്മൾ യേശുവിൽ അലിയണം. ഹല്ലേലൂയ. ഞാൻ യേശുവിലായല്ലോ എന്നൊക്കെ പാട്ടുകളുണ്ടല്ലേ, ആ പാട്ടൊക്കെ നമ്മൾ പാടുന്നതാണ്, പക്ഷെ നമ്മളാവില്ല. ഹല്ലേലൂയ. പാട്ട് പാടാൻ ഭയങ്കര എളുപ്പമാണ്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പറയും വണ്ടർഫുൾ പാട്ട് കേട്ടോ. ആ പാട്ട് പാടിയ ദൈവദാസന്, എഴുതിയ ദൈവദാസനെ സമ്മതിച്ചേ പറ്റൂ, പക്ഷെ നമ്മളെ സമ്മതിക്കാൻ പറ്റൂല, നമ്മൾ ആവയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ കരയും. ദൈവമേ, ഈ മനുഷ്യനൊക്കെ ഇങ്ങനെ ആയെന്ന്. എന്തായാലും ആയോ ആയില്ലോ എന്നല്ല, ആ എഴുതുവാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ ആ പാട്ട് എഴുതാൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവവുമായി കർത്താവുമായി അലിഞ്ഞു ചേർന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവ് വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നിൽക്കുന്നിടത്ത്, ഇപ്പം ഇതിനകത്തുള്ള ഒരാളെ പെട്ടെന്ന് പറ, അഭിനവ് നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യണം? അഭിനവിന് പകരക്കാരനായ ആര് നിൽക്കണം? കർത്താവ് നിൽക്കണം. പൗലോസ് പറയുന്നത്, ഞാൻ വാക്കിൻ്റെ ജ്ഞാനത്താലല്ല ദൈവത്തിൻ്റെ ശക്തിയാൽ ശുശ്രൂഷിച്ചു. കർത്താവിൻ്റെ ശക്തിയാൽ താൻ ശുശ്രൂഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. എപ്പോഴും ദൈവം നിന്നോടുകൂടെ വാസം ചെയ്യുന്നത് ജീവിക്കണം. അങ്ങനെ സ്തെഫാനോസ് എന്ന് പറയുന്ന വ്യക്തി കർത്താവിൽ വെളിപ്പെട്ടു വന്നത്, തൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ പൂർണ്ണമായും കർത്താവിന് വേണ്ടി ഒരുങ്ങി കൊടുക്കാതെ ആത്മശക്തി നിങ്ങളിലൂടെ ചലിക്കുകയില്ല. 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യഹോവയും അവൻ്റെ ശക്തിയെയും തേടുവിൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. യഹോവയെയും തൻ്റെ ശക്തിയെയും തേടണം, അന്വേഷിക്കണം. അതേപോലെ തേടുവിൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിക്കണം. ഓരോ നിമിഷവും നിങ്ങളുടെ മേൽ വരുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ അന്വേഷിച്ച്, നിങ്ങൾ ആ ദൈവ സാന്നിധ്യത്തിന് ഒരു കോട്ടവും വരുത്താത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പറയുന്നു, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്. തൻ്റെ ശുശ്രൂഷയിൽ താൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും വെളിപ്പെടുന്ന രീതിയിൽ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പൗലോസ് ആഗ്രഹിക്കുന്നു. ഇതിനകത്തായിരിക്കുന്ന നിങ്ങളും ആഗ്രഹിക്കണം. നിങ്ങളൊരു പ്രവചനം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഹിതമല്ല. ആരുടെ ഹിതം അവിടെ വെളിപ്പെടണം? കർത്താവിൻ്റെ ഹിതം അവിടെ വെളിപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നിങ്ങളിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കണം.
അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള നമ്മൾ എന്ത് ചെയ്യരുത്? ലോകക്കാരെ പോലെ ജീവിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്മാരുടെ പുസ്തകം, ലോകക്കാരെ പോലെ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവശക്തി വെളിപ്പെടുന്നവൻ ചലിക്കരുത്. 16-ാം അധ്യായം അതിൻ്റെ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ പറ്റും. ആരാണ്? ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി. അതിൻ്റെ 13-14 അധ്യായത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാൻ കേട്ടോ, ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ജനിച്ചുവെന്നും തന്നോട് യഹോവയായ ദൈവം തൻ്റെ ജീവിതത്തിനകത്ത് നാസീർ വ്രതം എന്ന് പറയുന്ന വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തി കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കേണ്ട വ്യക്തി, ആ കാലത്ത് രാജാവായി മാറേണ്ട വ്യക്തിയായിരുന്നു. ആര്? ശിംശോൻ. തൻ്റെ മേൽ വന്ന ദൈവശക്തി ശത്രുക്കളെ തകർത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ആക്കി വെച്ചതാണ്. തന്നെ ഇതിൻ്റെ 14-ാം വാക്യം നോക്കാം. 13-ാം അധ്യായത്തിലാണ് ശിംശോൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വരുന്നതും ശിംശോനെ കുറിച്ച് ഇങ്ങനെ ഒരു മകന് പുത്രന് ലഭിക്കുവാൻ പോകുകയാണ്. നിൻ്റെ ജീവിതത്തിനകത്ത്, ശിംശോൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഉണ്ടാവരുത്, നീ ഗർഭിണിയായിരിക്കുമ്പോൾ മുന്തിരിയിലുള്ള ഒരു അംശവും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് ശിംശോനെ വേർതിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 14-ാം വാക്യം 1-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങളിപ്പം വായിച്ചുകൊണ്ടിരിക്കേണ്ട എൻ്റെ മുഖത്ത് നോക്കുക, നിങ്ങൾ ബൈബിൾ ഇതുവരെ കാണാത്തതുപോലെ വായിക്കരുത് ദയവ് ചെയ്ത്. അപ്പം 14-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിനകത്ത് ശിംശോൻ വളർന്നു, അവനൊരു വിവാഹപ്രായമെത്തിയപ്പോൾ അവൻ ഫെലിസ്തീയ ഒരു കന്യകയെ കണ്ടു, അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഫെലിസ്തീയ കന്യക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ശിംശോനെ പോലെ നാസീർ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് പറ്റാത്ത ബന്ധമാണ്. ലോക ബന്ധത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും എതിർത്തു. എങ്കിലും അവൻ അത് വേണമെന്ന് ശാഠ്യം പിടിക്കുകയും അത് യഹോവയുടെ ഹിതം പ്രകാരമായതുകൊണ്ട് അത് നടക്കുകയും ചെയ്തുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമിനയിലേക്ക് പോയി തിമിനയുടെ അരികിലുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ മകനെ വളർത്തി വലുതാക്കി തൻ്റെ വിവാഹത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു മുന്തിരിത്തോട്ടത്തിൽ വെച്ച് ഒരു ബാലസിംഹം അവരുടെ നേരെ വന്നു. ഞാൻ അതിനിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക, അന്തം വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിപ്പോൾ. ബാലസിംഹം വരെയാണ്, അപ്പനും അമ്മയും ഉണ്ട്. ഈ അപ്പനും അമ്മയും അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത് വായിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തോന്നി, ഇതെങ്ങനെ സംഭവിച്ചു? അതായത് അപ്പനും അമ്മയും അവിടെ ഉണ്ട്, ഇവർ 3 പേരുമായിട്ട് നടന്നു പോകുന്ന ബാലസിംഹം അലറിക്കൊണ്ടായിരിക്കുമെന്ന് ശബ്ദം കേട്ട് കാണും. ശബ്ദം കേട്ട് ഇവർ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ ശിംശോൻ അത് എന്ത് ചെയ്തു? അതിനെ വലിച്ചങ്ങ് കയറി കളഞ്ഞു. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു തെങ്ങിൻ്റെ ഓല എടുത്ത് കയറി കളയുന്നില്ലേ, അതിന് ശബ്ദിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കീറിക്കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരുവൻ്റെ മേൽ ദൈവശക്തി വന്നാൽ അവരെങ്ങനെ എത്ര സ്പീഡിൽ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവിടെ പോയി താൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ശേഷം അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായി. അവൻ്റെ ആ ഭാര്യ തൻ്റെ കൂട്ടുകാരനായെന്ന് തിരുവചനം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴോട്ടൊക്കെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതിൻ്റെ 15-ാം വാക്യത്തിനകത്ത് വീണ്ടും തിരിച്ച് വന്നപ്പോൾ ഈ കഴിഞ്ഞ നാളിൽ കൊന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ നാളിൽ നശിച്ചു കിടന്ന സിംഹത്തിൻ്റെ ആ അസ്ഥിയുടെ അകത്ത് തേനീച്ച കൂട്ടിയിരിക്കുന്നതും ആ തേനിനെ എടുത്ത് ഇവൻ കഴിച്ചു. കഴിക്കുക മാത്രമല്ല അപ്പനും അമ്മയ്ക്കും കൊടുത്തു. ഇവനോട് നാസീർ വ്രതം അനുഷ്ഠിക്കുവാൻ യഹോവയായ ദൈവം പറഞ്ഞ സംഭവം, നീ ലോക മനുഷ്യനല്ല, നീ ഒരു എന്താ പറയുക മരിച്ചുപോയ ഒന്നിനെയും, അതായത് എന്താ പറയുക, നിൻ്റെ ശരീരത്തെ, നിൻ്റെ ഈ നാസീർ വ്രതമുള്ള ശരീരത്തെ നീ അശുദ്ധമാക്കരുത്. ഹല്ലേലൂയ. അവന് ശവശരീരത്തെ തൊടാൻ പാടില്ല. പക്ഷേ ഇവൻ തിരിച്ചു വന്നപ്പോൾ ആ അസ്ഥിയുടെ അകത്ത് എന്തിരിക്കുന്നു? തേനിരിക്കുകയാണ്. ഇവൻ ലോക മനുഷ്യനെ പോലെ അവന് കിട്ടിയ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആ തേനെടുത്തു കുടിച്ചു. തുടർന്ന് തിരിച്ചു വരുന്ന സമയത്ത് പിന്നീട് 16-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ വീണ്ടും കാണുന്നു, അവൻ ഒരു വേശ്യ സ്ത്രീയോട് കൂടെ ചേർന്നു. അതും യഥാർത്ഥ നാസീർ വ്രതക്കാരന് പാടില്ല. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, മൺകൂടാരം പരിശുദ്ധാത്മാവിനെ മന്ദിരമാക്കിയാൽ പിന്നീട് ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കണം? കർത്താവിന് വേണ്ടി ആയിരിക്കണം. കലപ്പയ്ക്ക് കൈയും കൊടുത്തിട്ട് തിരിഞ്ഞ് നോക്കരുത്, ദൈവത്തിന് ഗുണം ചെയ്യില്ല. ഹല്ലേലൂയ. പലരും വീണ് പോയതിന് കാരണം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമല്ലേ, ചെറിയ തെറ്റല്ലേ, ആര് ക്ഷമിക്കും? കർത്താവ് ക്ഷമിക്കും. കുറച്ച് ദിവസമൊക്കെ ക്ഷമിക്കും. കുറച്ച് ദിവസം കഴിയുമ്പം നമ്മൾ അടിക്കും. അവരെ പിതാവെന്ന രീതിയിൽ
തല്ലൊക്കെ തരും. എന്നിട്ട് നമ്മൾ നന്നാവാതെ വീണ്ടും വീണ്ടും പോകുമ്പോഴേ കർത്താവ് അങ്ങ് കൈവിടും. ഹല്ലേലൂയ. ഇതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, അതിൻ്റെ 3-ാം വാക്യം 4-ാം വാക്യം കഴിയുമ്പോൾ അടുത്ത് 3-ാമത് അവൻ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി വിവാഹത്തിൽ ഏർപ്പെടുകയും താനും തൻ്റെ ഭർത്താവുമായ അല്ലെങ്കിൽ ശിംശോനും താനും ജീവിക്കുവാൻ രീതിയിലായി. അവിടെയും ആ പെൺകുട്ടിയെയും ആര് ചെയ്തു? ഫെലിസ്ത്യ സേന വന്ന്, ഫെലിസ്ത്യർക്ക് വേണ്ട ഒരു തലവേദനയാണ്, അങ്ങനെയാണ് അവൻ മറ്റുള്ളവർ ഫിലിസ്ത്യ സേന തകർത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ വന്ന് ഓരോരുത്തർ ഇത്ര വെള്ളിക്കാശ് വെച്ച് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവളുടെ ഈ ശിംശോൻ്റെ മേൽ കിടക്കുന്ന ശക്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൾ 4 തവണ ശിംശോനെ വശീകരിച്ചു. ആരാണ്? ഭാര്യയായിട്ട് ജീവിക്കേണ്ടവളാണ്. 4 തവണ വശീകരിച്ചു. അതിൻ്റെ 1-ാം തവണ അതിൻ്റെ 7-ാം വാക്യം പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നു, ആദ്യ തവണ അവൻ ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാണ് കൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിക്കുമെന്ന് അവളോട് പറഞ്ഞു കൊടുത്തു. അവൾ അതെന്ത് ചെയ്തെന്നറിയാമോ? ഫെലിസ്ത്യ സേനയോട്, ശത്രുക്കളോട് പറഞ്ഞു. അവർ ഉണങ്ങാത്ത 7 ഞാണ് കൊണ്ടുവന്ന് ശിംശോനെ കെട്ടി, ഉറങ്ങിക്കിടന്ന സമയത്ത് കെട്ടി. ഇവൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അതാ ശത്രു വരുന്നു, ഫെലിസ്തീർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചാടി എണീറ്റ് അവൻ്റെ മേൽ വീണ്ടും ദൈവശക്തി ചലിച്ചു. ഈ ഞാൻ എന്ത് ചെയ്തു? പൊട്ടിപ്പോയി. 2-ാം തവണയായപ്പോൾ വീണ്ടും ഇവനെ വീണ്ടും വശീകരിച്ചു. വീണ്ടും അവൻ്റെ രഹസ്യം ചോദിക്കുകയാണ്, സ്നേഹത്തോടെയൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, 2-ാം തവണ ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ, അതിൻ്റെ 11-ാം വാക്യമാണ് കേട്ടോ, പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിക്കുമെന്ന് പറഞ്ഞു. അവിടെയും അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ ബലം അതിലൊന്നും അല്ല ഇരിക്കുന്നത്. 3-ാം തവണ എന്ത് ചെയ്തു? തൻ്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ അത് സാധിക്കുമെന്ന് ആർക്ക് പറഞ്ഞു കൊടുത്തു? ദലീലയ്ക്ക് പറഞ്ഞു കൊടുത്തു. അവൾ അപ്പോഴും ശത്രുക്കൾക്ക് അത് കൈമാറി. ഹല്ലേലൂയ. അവൾ കൈമാറുകയും അവൾ ശത്രു വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? ഇവൻ ചാടി എണീറ്റ് വീണ്ടും ആ ശക്തിയുണ്ട്. 4-ാം തവണ അവൾ പക്ക സ്ത്രീകളുടെ മുറ എടുത്തു. എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നില്ല, നീ എന്നോട് രഹസ്യം പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ഹല്ലേലൂയ. കരഞ്ഞ് അവൻ്റെ മുന്നേ വീണ സമയത്ത് 17-ാം വാക്യത്തിൽ പറയുന്നു, ക്ഷൗരക്കത്തി എൻ്റെ തലയെ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു, ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവൻ പറഞ്ഞു കൊടുത്തു. സത്യസന്ധമായ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് 7 ജടയുണ്ട്. ഇതൊക്കെ നമ്മൾ വായിക്കണം കേട്ടോ. 13-ാം അധ്യായം 14, 15 വായിക്കുകയാണെങ്കിൽ അറിയാം. 7 ജടയുണ്ട്. അതിലാണ് ദൈവശക്തി. ഒരിക്കലും ക്ഷൗരം ചെയ്യരുത്, തലമുടി എന്ത് ചെയ്യരുത്? വടിക്കരുത്. അതാണ് ഒരു നാസിർവ്രതക്കാരൻ്റെ ഏറ്റവും വലിയ കൽപ്പന അതിനകത്തുള്ളത്. ഹല്ലേലൂയ. ഇവൾക്ക് മനസ്സിലായി ഇത് സത്യമാണെന്ന് മനസ്സിലായി. അവൾ ക്ഷൗരക്കാരനെ വിളിച്ച് ഇവനെ ഉറക്കി മടിയിൽ കിടത്തിയ ശേഷം തലയിലുള്ള 7 ജടയും വടിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ശത്രു വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇവ എഴുന്നേറ്റപ്പോൾ ഇവൻ്റെ മേൽ ശക്തിയില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയജനം, ഇതിനകത്തൊന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മേൽ വരുന്ന ശക്തി എങ്ങനെയെന്നറിയാൻ ശത്രു വെമ്പൽ കൊള്ളുകയാണ്. നിന്നെ ഏതിലൂടെ തകർക്കാമെന്ന് ശത്രുവും നിൻ്റെ പിന്നാലെ ഉണ്ട്. എത്ര തവണ? 4 തവണ ഇവൻ്റെ മേലെ നടന്നു. 1-ാം തവണയായി, 2-ാം തവണയായി. യഥാർത്ഥത്തിൽ ഇവൻ സുബോധത്തോടെ ജീവിച്ചവനാണ്. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ എന്ത് സംഭവിച്ചു? താൻ ഒരു നോർമൽ മനുഷ്യനായി തീർന്നു. തന്നെ ശത്രുക്കൾ എന്ത് ചെയ്തു? പിടിച്ചു കെട്ടി, കണ്ണ് ചൂന്ന് കളഞ്ഞ് ഇതിൽ പങ്കാളിയാക്കി. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്തു? അവനെ ബന്ധിച്ച് അവൻ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ കിടന്ന സമയത്ത് അവൻ വീണ്ടും ദൈവത്തോട് യാചിച്ചു. ദൈവത്തോട് യാചിച്ച സമയത്ത് എത്ര ദിവസം യാചിച്ച് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മുടി വീണ്ടും കിളിർത്തു. അവൻ്റെ മേൽ ശക്തി വന്നപ്പോൾ അവൻ ശത്രുക്കളോടുകൂടെ മരിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതുവരെ ജീവിച്ചിരുന്ന അവൻ ചെയ്തതിനേക്കാൾ ഏറ്റവും അധികം വ്യക്തികളെ അന്ന് നശിപ്പിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്പൻ്റെ ഇഷ്ടം, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം നാം വ്രതക്കാരന് അനുഷ്ഠിക്കുവാൻ കഴിയാതെ പോയതിന് കാരണം, വചനത്തിനകത്ത് മറ്റൊരു തരത്തിൽ നമ്മൾ വായിക്കേണ്ട വ്യക്തി നിസ്സാരനെ പോലെ ശത്രുക്കളോടെ കൂടെ മരിക്കേണ്ടതിന് കാരണം തൻ്റെ ശക്തി എങ്ങനെ വന്നുവെന്നും താൻ എന്താണെന്നും മറ്റുള്ളവരുടെ മുന്നേ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ഇണയില്ലാ പിണ കൂടരുത്. തിരുവചനത്തിനകത്തുള്ളതാണല്ലേ. എന്താണ് ഇണയില്ലാ പിണ? എന്താണ്? ഹല്ലേലൂയ. ദൈവത്തിനെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയതിന് വേണ്ടി വ്യക്തികളുമായി നമ്മൾ എന്താ പറയുക, കൂട്ടുകെട്ട് ഉണ്ടാക്കരുത്.
എന്നാൽ ജാതിയോട് നമുക്ക് കൂട്ടുകൂടാം, പക്ഷെ അവർ ഇതിലൊന്നും ആവരുത്. പക്ഷേ എന്ത് ചെയ്യരുത്, നമുക്ക് അവരോട് കൂട്ടുകൂടാം. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല, പക്ഷെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ദൈവത്തെക്കുറിച്ച് നടന്ന ശേഷം ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ഒരിക്കലും അവരുമായൊരു ബന്ധം നമ്മൾ കൂടാൻ പാടില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നേ നിങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ ലോക മനുഷ്യരെ പോലുള്ള ഷോകൾ കാണിക്കാതെ ജീവിക്കാം. ദൈവശക്തി നിങ്ങളുടെ മേൽ നിലനിൽക്കും. ദൈവം നിങ്ങളെ കൊണ്ട് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നിങ്ങളെ നടത്തും. ഹല്ലേലൂയ. ഇതിനകത്ത് സ്നാനമെടുത്ത ശേഷം, കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിയ ശേഷം, കർത്താവിൻ്റെ ശരീരമായി തീർന്നതിന് ശേഷം എന്തെങ്കിലും പാവസ്വഭാവമോ ലോക മനുഷ്യരുമായിട്ടോ ലോകത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കൽപ്പനയും തെറ്റിച്ച് ജീവിക്കുന്ന വ്യക്തികളുമായി ബന്ധമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ മാനസാന്തരപ്പെടണം. നിനക്ക് യേശുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ, നീ ദൈവഹിതത്തിൽ നടക്കണമെങ്കിൽ, നിത്യരാജ്യത്തിൽ നീ അവകാശിയാകണമെങ്കിൽ ഈ കൽപ്പനയുടെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറി പോകുകയില്ല. കർത്താവ് നിങ്ങളെ ശക്തമേറി ഉപയോഗിക്കുവാൻ അത് നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇണയില്ല പിണ കൂടരുത്, പരിഹാസിയുടെ വഴിയിൽ നിൽക്കരുത്, നമ്മെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തരുത്. ഹല്ലേലൂയ. ഇതൊക്കെ ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ. ഒരാൾ വെളിപ്പെടുത്തി അവരുടെ രാജ്യം തന്നെ നശിച്ചു കളഞ്ഞു. നീ ആരെന്നും നീ എന്താണെന്നും ആരോടും വെളിപ്പെടുത്തുവാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ലോക മനുഷ്യരെ പോലെ ആകരുത്. അത് നിങ്ങളുടെ വസ്ത്രശൈലി ആയിരിക്കാം, നിങ്ങളുടെ ഭക്ഷണമായിരിക്കാം, എന്ത് കാര്യത്തിലാണ്, നിങ്ങളുടെ ഉത്സവങ്ങളായിരിക്കാം, നിങ്ങളുടെ ആചാരങ്ങളായിരിക്കാം. ആചാരങ്ങൾ ഉത്സവങ്ങളൊന്നുമില്ല, നിങ്ങളുടെ എന്താ പറയുക ചടങ്ങുകളായിരിക്കാം. ഒരിക്കലും ലോക മനുഷ്യരെ പോലെ നിങ്ങൾ കാണിക്കരുത്. ഹല്ലേലൂയ. കാണിച്ചാൽ നിങ്ങളുടെ മേൽ ദൈവശക്തി വെളിപ്പെടുപ്പെട്ട് നിൽക്കുകയില്ല. ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ ചലിക്കും. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഉന്നമനത്തിലേക്ക് വരുവാനോ, നിങ്ങൾ കർത്താവുമായി ചേർന്ന് നടക്കാത്തിടത്തോളം കാലം കർത്താവ് നിങ്ങളുടെ ഈ ശരീരത്തിനകത്ത് വാസം ചെയ്യുമോ എന്നും വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ട് നടക്കരുത്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.